ജനാബത്തുകുളി, വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകൽ, ഹൈലിൽ നിന്ന് ശുദ്ധിയാകൽ, നിഫാസിൽ നിന്ന് ശുദ്ധിയാകൽ, ഇന്ദ്രിയം സ്ഖലിച്ചതിൻ്റെ പേരിലുള്ള ശുദ്ധിയാകൽ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ കുളിയുടെ സംശയങ്ങൾ ചോദിക്കപ്പെടാറുണ്ട് അല്ലേ. നമുക്കൊക്കെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ജനാബത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ചില മസലകളും കാര്യങ്ങളുണ്ട്. പല ആളുകളും സംശയം ചോദിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമ്മൾ പഠിച്ചു വെക്കണം. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താ? ഇതൊക്കെ ഇനി പഠിച്ചിട്ട് വേണോ? എന്തേ കുഴപ്പം? പഠിച്ചില്ല എങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ നമുക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചു, കുളി ശരിയായില്ല എങ്കിൽ ഒരുപാട് അമലുകൾക്ക് ബാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നിസ്കാരം അത് ശരിയാകുകയില്ല. നിസ്കാരം ശരിയായിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ഒരു അമലും അള്ളാഹു കബൂലാക്കൂല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ജനാബത്ത് കുളിക്കുന്ന ആളുകൾ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന ആളുകൾ, ഹൈദിൻ്റെ കുളിക്കുന്ന പെണ്ണുങ്ങൾ തുടങ്ങിയിട്ട് ഈ നിർബന്ധമായ കുളിക്കുന്നത് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അതിനുള്ള കാര്യങ്ങൾ, അതിൻ്റെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഇന്നത്തെ വീഡിയോയിൽ, പ്രധാനമായി കേൾക്കേണ്ട ചില സംഗതികൾ മാത്രം പറഞ്ഞുതരാം. ജീവിതത്തിൽ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. സുന്നത്തായ വശങ്ങളുണ്ട്, ഫർളുകളുണ്ട്, ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. ഹൈദുകാരിയായ പെണ്ണ് ആർത്തവരക്തം നിന്നു എന്ന ഒരു സംശയം വന്നു, അവൾക്ക് ഉറപ്പായിട്ടില്ല, എന്നാൽ അവൾ കുളിച്ചിട്ട് നിസ്കരിക്കണോ? അതുപോലെ തന്നെ നിഫാസുകാരിയായ പ്രസവരക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണ് അത് നിന്നു എന്നൊരു സംശയം, അത് ഉറപ്പ് കൺഫേം ആയിട്ടില്ല. അപ്പോൾ 40 വരെ പോകണോ, അല്ലെങ്കിൽ 60 വരെ പോകണോ, അല്ലാതെ അതിന് മുമ്പ് തന്നെ കുളിച്ചിട്ട് അവൾക്ക് നിസ്കാരത്തിലേക്കും ഖുർആൻ പാരായണത്തിലൊക്കെ എത്താമോ? ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇനി നോമ്പ് സമയത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, രാത്രിയിൽ ജനാബത്തുകാരിയായി, പക്ഷേ സുബഹയ്ക്ക് മുമ്പ് കുളിക്കാൻ കഴിഞ്ഞില്ല, നോമ്പിന് നിയ്യത്ത് വെച്ചാൽ അന്നത്തെ ദിവസത്തെ നോമ്പ് കിട്ടുമോ? സംശയങ്ങൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ മറുപടി പറയാൻ ശ്രമിക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു ഒരുപാട് അമാലുകൾക്ക് അവസരം നൽകി അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ കുളിക്കുന്നവരാണ് അല്ലേ? സുന്നത്തായ കുളികൾ ദിവസവും കുളിക്കുന്നവരാണ്. ഇടയ്ക്ക് ജനാബത്ത് കുളിക്കുന്നവരാണ്. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ, ഹൈദിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുന്നവരാണ്. നിഫാസിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ കുളികൾ. ഫറളായ കുളി നമുക്ക് ജനാബത്തായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ശുദ്ധിയായി കഴിഞ്ഞാൽ അതിൽ നിന്നും എന്ത് ചെയ്യുക? ഇപ്പോൾ ഹൈലുകാരിയായി കഴിഞ്ഞാൽ ഹൈലിൽ നിന്ന് ഉടനെ എന്ത് ചെയ്യണം? കുളിക്കണം, ശുദ്ധിയാകണം. ജനാബത്തുകാരിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് തന്നെ കുളിച്ച് ശുദ്ധിയാകണം. അതാണ് വേണ്ടത്. ഇനി പെട്ടെന്ന് കുളിക്കൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അടുത്തൊരു നിസ്കാരത്തിൻ്റെ സമയമാകുന്നതിന് മുമ്പ് കുളിച്ചാൽ മതി. അല്ലാതെ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ആ നിസ്കാരം പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക? കുളിച്ച് ശുദ്ധിയായി നിസ്കരിക്കുക. അത് വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഈ ജനാബത്തിൻ്റെ കുളിയുമായി ബന്ധപ്പെട്ട് പല മസലകളും ചോദിക്കാറുണ്ട്. സുദീർഘമായ മസല മൊത്തം കൂടെ പറയാൻ നമ്മുടെ വീഡിയോയിൽ സമയം ഉണ്ടാവില്ല. ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് അറിയേണ്ട അത്യാവശ്യമായ ചില സംഗതികൾ പറഞ്ഞാൽ, ഫർള് എന്താണ്? നമ്മൾ ഫർളായ കുളി കുളിക്കുമ്പോൾ ഫർളായ 2 സംഗതികളേ ഉള്ളൂ. കുളിക്ക് 2 ഫർളേ ഉള്ളൂ. ഒന്നെന്താ? നിയ്യത്ത് വെക്കണം. ഷാഫി മദ്ഹബ് പ്രകാരം നിയ്യത്ത് വെക്കണം. എന്ത്? ഫർളായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അല്ലെങ്കിൽ ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകാൻ ഞാൻ കുളിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഹൈദിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുന്നു എന്നോ, അല്ലെങ്കിൽ നിഫാസിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുന്നു എന്നോ, വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുന്നു എന്നോ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നിയ്യത്ത് വെക്കാം. നമ്മൾ ഈ വുളൂവിൻ്റെ നിയ്യത്ത് പറയാറുണ്ടല്ലോ, ചെറിയ ശുദ്ധിയും ശുദ്ധിയാകാൻ, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി, അങ്ങനെ തുടങ്ങിയിട്ട് പല പറയലുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യാം? കുളിയുടെ നിയ്യത്തും എന്ത് ചെയ്യുക? വ്യത്യസ്തങ്ങളായ നിയ്യത്തുണ്ട്. അതിലേത് വെച്ചാലും സ്വഹിയാവും. നിയ്യത്ത് വെക്കണം. രണ്ടാമത്തത്, ശരീരം മുഴുവൻ വെള്ളം ഒഴിപ്പിക്കണം. ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും വെള്ളം എത്തിയിരിക്കണം. തല മുതൽ കാല് വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിയിരിക്കണം. ഇത് ഫർദാണ്, ഇത് നിർബന്ധമാണ്. അക്കൂട്ടത്തിൽപ്പെട്ട തലമുടി, അതുപോലെ താടി എന്നിവയുടെ അടി വരെയും എന്ത് ചെയ്യണം? പെണ്ണുങ്ങൾക്ക് താടി ഉണ്ടോ എന്ന് ഇരിക്കുന്നത് പെണ്ണുങ്ങളുടെ കാര്യമല്ല, ആണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുടി അതിൻ്റെ ഉള്ളു വരെ എന്ത് ചെയ്യണം? ഇപ്പം ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ മുകളിലൂടെ വെള്ളം ഒഴിച്ച് പോയാൽ ശരിയാവുകയില്ല. ആ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം ഇറങ്ങിയിട്ടില്ല എങ്കിൽ കൈയൊക്കെ ഒന്ന് കയറ്റിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് കൈ കൊണ്ട്, വിരൽ കൊണ്ടൊന്ന് തിക്ക കയറ്റിയിട്ട് ആ ഉള്ളിലേക്ക് വെള്ളം എത്തുന്ന രൂപത്തിൽ വെള്ളം ഒഴിക്കുക. അപ്പോൾ ശരീരം മുഴുവൻ വെള്ളം ഒഴിപ്പിച്ചു. ഇനി സോപ്പ് തേക്കണോ, ഷാമ്പു തേക്കണോ, അതൊക്കെ വേറെ കഥയാണ്. അതിലേക്കൊന്നും എന്തില്ല, ഫർദ് കടക്കൂല. ഫർദൊന്നും അതല്ല. ഫർദ് എന്തേ ഉള്ളൂ? വെള്ളം ഒലിപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നിയ്യത്ത് വെക്കുക, വെള്ളം ഒഴിക്കുക. മനസ്സിലായി? അപ്പോൾ ഫർദ് കുളിക്കാൻ ഇത്ര ഒരുപാട് സമയം വേണമെന്ന് വെച്ചാൽ സിമ്പിൾ, കുറഞ്ഞ സമയം മതി. കുറഞ്ഞ മിനിറ്റ് കൊണ്ട് നമുക്ക് ഫർദ് കുളിക്കാം. പിന്നീട് നമ്മൾ വൃത്തിയാകാൻ വേണ്ടി, സുഗന്ധത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശരീരത്തിന് അഴുക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഷാമ്പുവും സോപ്പും ഒക്കെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കണം കേട്ടോ, നല്ലതാണ്. കുളിക്ക് അതൊക്കെ എന്താണ്? സുന്നത്തായ സംഗതികളാണ്. അതൊക്കെ സുഗന്ധം ഉപയോഗിക്കലൊക്കെ. പറഞ്ഞുതരാം.
ഇനി സുന്നത്തായ രൂപം ഞാനൊന്ന് പറഞ്ഞുതരാം. കുളിക്കേണ്ട സുന്നത്തായ രൂപം എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്ന്. ബിസ്മില്ല ചൊല്ലണം. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലിക്കൊണ്ടാവണം കുളിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോ അല്ലെങ്കിൽ ബിസ്മില്ല എന്ന ഷോർട്ടായിട്ടോ എന്ത് ചെയ്യാം, ചൊല്ലാം. അപ്പം ജനാബത്തുകാരായ ആൾ ബിസ്മി ഖുർആൻ്റെ ആയത്തല്ലേ ഉസ്താദേ, ജനാബത്തുകാരായ ഖുർആൻ ഓതാൻ പാടുണ്ടോ? ഇല്ലേ? പറ്റുമോ ഖുർആൻ ഓതാൻ പറ്റുമോ? എന്നാൽ ഈ ബിസ്മി എന്നുള്ളത് ദിക്റായിട്ട് ഉപയോഗിക്കുന്നൊരു ആയത്ത് കൂടിയാണ്, ഇല്ലേ? നമ്മൾ കഴിക്കാൻ നേരത്ത്, വെള്ളം കുടിക്കാൻ നേരത്ത്, ഉറങ്ങാൻ നേരത്തൊക്കെ നമ്മൾ ബിസ്മി പറയാറുണ്ട്. എന്തിനാ പറയുക? ബാത്റൂമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദുക മിനൽ ഖുബുസി വൽ ഖബായിസി ഒക്കെ പറഞ്ഞിട്ടല്ലേ കയറല്ലേ. ബിസ്മിയെ പൊതുവെ ദിക്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ദിക്ർ എന്ന നിയ്യത്തിൽ നമുക്ക് ബിസ്മി ഓതാം, ബിസ്മി ചൊല്ലാം. ഇനി ദിക്ർ എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ഖുർആൻ മുഴുവൻ ഓതാനും പറ്റും. അങ്ങനെയുണ്ട്. നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന ഒരു ആയത്ത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഒരു ദിക്റാണ്, എന്നാൽ അത് ഖുർആൻ്റെ ആയത്തും കൂടിയാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, സ്ഥിരമായി ചെല്ലുന്ന ഒരു ദിക്റാണ്. അപ്പോൾ ആ ദിക്ർ എന്ന നിയ്യത്തിൽ എന്ത് ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ചൊല്ലി, കുഴപ്പമില്ല. ദിക്ർ എന്ന നിലയിൽ ചെല്ലാം. ഖുർആൻ എന്ന രൂപത്തിൽ ആ നിയ്യത്തോടു കൂടി ഓതുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് ഹറാമായി മാറുന്നത്. ജനാബത്തുകാരൻ, കുളി നിർബന്ധമായ ആൾ. അപ്പോൾ ബിസ്മി ചൊല്ലി കൈകൾ കഴുകണം. ആദ്യം എന്ത് ചെയ്യണം, കൈകൾ കഴുകണം. ശേഷം സ്വകാര്യ ഭാഗങ്ങൾ കഴുകണം. സ്വകാര്യ ഭാഗം വെച്ചാൽ അയാളുടെ മലമൂത്ര വിസർജനം നടക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി കഴുകാം. അതായത് ഹൈല് പുറപ്പെട്ട പെണ്ണാണെങ്കിൽ അവിടെ വൃത്തിയാക്കേണ്ട ഹൈലുമായി ബന്ധപ്പെട്ട മസാലകൾ കൂടുതലുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും അവിടെ വൃത്തിയാക്കണം. നിഫാസുകാരിയാണെങ്കിലും വൃത്തിയാക്കണം. അതുപോലെ ഇന്ത്യൻ സ്കലിച്ച പുരുഷനാണെങ്കിൽ അയാൾ വൃത്തിയാക്കണം. അതുപോലെ സംയോഗത്തിലേർപ്പെട്ട, ശാരീരിക ബന്ധത്തിലേർപ്പെട്ട സ്ത്രീ, അവരുടെ എന്ത് ചെയ്യാം, ഗുഹ്യഭാഗങ്ങൾ എന്ത് ചെയ്യണം, സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വുദൂ ചെയ്യണം. പൂർണ്ണമായ ഒരു വുദൂ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ നിസ്കാരത്തിൽ വുദൂ ചെയ്യുന്നത് പോലെ പൂർണ്ണമായി വുദൂ സുന്നത്തും ഫർദും ഒക്കെ പാലിച്ചുകൊണ്ടൊരു വുദൂ ചെയ്തതിന് ശേഷം തലയിൽ 3 പ്രാവശ്യം ആദ്യം വെള്ളമൊഴിക്കുക. ആദ്യം വെള്ളമൊഴിക്കേണ്ടത് എവിടെയാണ്? തലയിലാണ്. അപ്പം നീയത്ത് വെക്കലോട് കൂടിയിട്ട് തലയിലാണ് ആദ്യം വെള്ളമൊഴിക്കേണ്ടത്, അല്ലേ? അത് നേരെ ദേഹത്തോടെ ഒഴിക്കാനല്ല വേണ്ടത്. ഫർദൂളി വിളിക്കുമ്പോൾ സുന്നത്തായ വശം എന്താ, തലയിലേക്ക് വെള്ളമൊഴിക്കുക. അപ്പോൾ തലയിൽ വെള്ളമൊഴിക്കുന്ന ആദ്യ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, നീയത്ത് വെക്കേണ്ടത് കേട്ടോ. ഫർദൂളിയുടെ തലയിൽ വെള്ളമൊഴിക്കുക. അതിനുശേഷം ശരീരത്തിൻ്റെ വലതുഭാഗത്ത് വെള്ളമൊഴിക്കുക. അതിനുശേഷം ശരീരത്തിൻ്റെ ഇടതുഭാഗം മുഴുവൻ കഴുകും. അപ്പം ആദ്യം തലയിൽ വെള്ളം ഒഴിച്ചു, പിന്നെ ശരീരത്തിൻ്റെ വലതുഭാഗം കഴുകി, പിന്നെ ഇടതുഭാഗം കഴുകി. അപ്പോൾ ഷവറിൻ്റെ അടിയിൽ നിന്നാലോ എന്ന് ചോദിക്കേണ്ട. ഷവറിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ആദ്യം തലയിലേക്കാണ് വെള്ളം വീഴുന്നത്, പിന്നെ ശരീരം മുഴുവൻ വീഴുന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി വെള്ളത്തിൽ മുങ്ങുന്ന ആളും അങ്ങനെ തന്നെയാണല്ലോ. വെള്ളത്തിലേക്ക് ചാടി കുളത്തിൽ മുങ്ങി എന്ത് ചെയ്തു കുളിക്കുന്നു. അയാൾക്കിപ്പോൾ ആദ്യം കാലായിരിക്കും ചെല്ലുക, അല്ലെങ്കിൽ തലയായിരിക്കും ചെല്ലുക, എന്ത് ശരീരം മുഴുവൻ ഒന്നിച്ചാണ് വെള്ളം നനയുക. അതല്ല, മറിച്ച് നമ്മൾ വെള്ളം കോരി ഒഴിക്കുന്ന സമയത്താണ് ഇത് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. ആദ്യം തല വെള്ളം ഒഴിച്ചു, പിന്നെ വലതുഭാഗം കഴുകി, പിന്നെ ഇടതുഭാഗം കഴുകി. ഇങ്ങനെയാണ് കുളിയുടെ സുന്നത്തായ രൂപങ്ങൾ. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശരീരം വെള്ളം ഒഴിച്ച് കഴുകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ചില ആളുകൾ നെയിൽ പോളിഷ് ഇടുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ ക്യൂടെക്സ് ഇടുക, അല്ലേ, പോളിഷ് ചെയ്യുക. ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ വുദൂ എടുക്കുമ്പോൾ വെള്ളം കയറൂല. ഈ ജനാബത്ത് കുളിയുടെ സമയത്ത് വെള്ളം കയറൂല. വെള്ളം കയറാതെയാണ് അവിടെ വുദൂവും കുളിയൊക്കെ നടത്തുന്നതെങ്കിൽ ആ വുദൂവും കുളിയൊന്നും ശരിയാകൂല, നിസ്കാരം ശരിയാകൂല. ഇനി അതല്ല, പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ്. അപ്പോൾ സൗന്ദര്യത്തിന് വേണ്ടി ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി ഒന്നിട്ടു, അത് പെട്ടെന്ന് ചുരണ്ടിയാൽ പോകും, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ആ രൂപത്തിലുള്ള ഇട്ടു, അടുത്ത നിസ്കാരത്തിന് മുമ്പ് അത് ചുരണ്ടി കളഞ്ഞിട്ട് വുദൂ ചെയ്തു, എന്നാലോ കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ ഇടുന്നത് ഹറാമാണ് എന്നല്ല പറഞ്ഞത്, ഇട്ടാനുള്ള കുഴപ്പമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അത് നൈൽ പോളിഷ് പോലത്തതുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പെയിൻറ്റോ മെഴുകോ പോലത്തെ സംഗതികൾ വെള്ളം തടയുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യണം. അങ്ങനത്തെ സംഗതികളൊക്കെ നീക്കം ചെയ്യണം. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി കെട്ടിവെച്ചവരാണെങ്കിൽ അത് മുടി കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ മുടി അഴിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിനടി വരെ വെള്ളം എത്തുള്ളൂ, ഇല്ലേ? കെട്ടിവെച്ച മുടിയുടെ ഉള്ളിലേക്ക് വെള്ളം പെട്ടെന്ന് കയറൂല. അപ്പോൾ എന്ത് ചെയ്യണം, മുടി അഴിച്ചാലേ വെള്ളം കയറുള്ളൂ. എന്നാൽ അത് അഴിച്ചെന്ത് ചെയ്യണം, മുടി അഴിച്ചിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. അതുപോലെ തന്നെ വായിക്കും മൂക്കിനും വെള്ളം കൊടുക്കുന്നത് എന്ത് ചെയ്യണം, അതായത് മൽമലത്ത് ഇസ്തിൻഷാക്ക് എന്ന് പറയുമല്ലോ, വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇത് എന്താണ്, സുന്നത്തായ സംഗതിയാണ്. ആദ്യം അതെന്ത് ചെയ്യുക, അപ്പോൾ അതിനു മുമ്പ് മിസ്വാക്ക് ചെയ്യുക, അതുപോലെ വായ കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇതൊക്കെ നമ്മൾ സാധാരണ വുദൂയിലുള്ളതുപോലെ തന്നെ കുളിയിലും സുന്നത്തായ സംഗതിയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കുളി പൂർണ്ണമായ രൂപത്തിൽ കിട്ടും. ഇനി കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സുഗന്ധം ഉപയോഗിക്കാം. അത് സോപ്പ് പോലത്തെ സംഗതികൾ കൊണ്ട് ശരീരം വൃത്തിയാക്കാം, തേച്ച് വൃത്തിയാക്കാം, ശരീരം ഉരച്ച് കഴുകുക. ഇതൊക്കെ സുന്നത്തായ കർമ്മങ്ങളാണ്. ശരീരം ഉരച്ച് കഴുകുക. അതിനു മുമ്പ് ശരീരത്തിൻ്റെ നഖത്തിൻ്റെ ഇടഭാഗത്ത് അല്ലെങ്കിൽ ഇടുക്കുള്ള ഭാഗങ്ങളിലൊക്കെ അഴുക്കുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക. അതൊക്കെ കുളിയുടെ സുന്നത്തായ വശങ്ങളാണ്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഫർള് എന്താണോ സാർ, കുളി ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ജനാബത്ത് തന്നെ പെട്ടെന്ന് നിസ്കരിക്കണം, ഇപ്പോൾ നിസ്കാരം കളായിപ്പോൾ, അല്ലെങ്കിൽ അപ്പോൾ പെട്ടെന്ന് കുളിക്കാൻ എന്തേ വഴിയുള്ളൂ, നീയത്ത് വെക്കുക, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും വെള്ളം എത്തുന്ന രൂപത്തിൽ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വുദൂ ചെയ്യാൻ പോയി നിസ്കരിക്കുക, അത്ര തന്നെ.
ഇനി അവിടെ വസ്വാസം പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി പൂർണ്ണമായ രൂപമാണ്, ഈ സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ടുള്ള രൂപമാണ് ഞാൻ ഈ പറയുന്ന സോപ്പ് തേക്കലും കൈയുടെ അഴുക്കുകളൊക്കെ വൃത്തിയാക്കുക. ഈ പെയിൻറ്റും പോളിഷും ഒക്കെ ആദ്യം തന്നെ ഒഴിവാക്കണം കേട്ടോ. അതൊക്കെ വെച്ചുകൊണ്ട് കുളിച്ചാൽ കുളി ശരിയാവില്ല, ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കുളിക്കുക. ജനാബത്തുള്ളിയുടെ സിമ്പിളായ രൂപം ഇങ്ങനെയാണ്. വിശാലമായ രൂപങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. ആ പൂർണ്ണമായ രൂപത്തിലുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തൊക്കെ കബൂലാക്കുമാറാകട്ടെ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കൂട്ടത്തിൽ ഞാനൊരു മസ്അല പറഞ്ഞില്ലേ, നോമ്പുകാരായ ആളുകൾ രാത്രി എന്ത് ചെയ്തു, റമളാൻ മാസമാണ്, അപ്പം രാത്രി ജനാബത്തുകാരായി. രാത്രി ജനാബത്ത് അല്ലെങ്കിൽ ഹൈല് നിന്നു രാത്രി. എന്നാൽ അവർക്ക് നോമ്പെടുക്കാൻ ഈ സുബഹിക്ക് മുമ്പ് കുളിക്കണോ അല്ലെ അവന് കുളിക്കണോ? എന്ത് ചെയ്യണ്ട, കുളിക്കൽ നിർബന്ധമില്ല. സുബഹിക്ക് മുമ്പ് തന്നെ കുളിക്കണം എന്ന് നിർബന്ധമില്ല. എന്ത് ചെയ്താൽ മതി, സുബഹി നിസ്കാരത്തിന് വേണ്ടിയിട്ട് കുളിച്ചാൽ മതി, നിർബന്ധമുള്ളൂ. സുബഹിക്ക് മുമ്പ് അയാൾ കുളിക്കാൻ പറ്റിയില്ല, ബാങ്ക് കൊടുത്തു, ഇയാൾ അത്താഴം കഴിച്ചു വന്നപ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്തു, അപ്പോൾ കുളിക്കാൻ സമയം കിട്ടിയില്ല. നോമ്പുകാർക്ക് നോമ്പ് വല്ല വിഷയമുണ്ടോ? നോമ്പിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നോമ്പിൽ പ്രവേശിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അവർക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷവും കുളിക്കാം. സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കുളിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് മസ്അല മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമൻറ്റായി ചോദിക്കാമെന്നാണ്. കഴിവിൻ്റെ പരമാവധി അറിയുന്നത് ഉത്തരമായി പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.